സുബ്രുവിന് പ്രായം 36. 4 വർഷങ്ങളായിട്ട് വീട്ടുകാർ വിവാഹത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ നിർബന്ധം സഹിക്കവയ്യാതായപ്പോൾ സുബ്രു തനിയെ ഒരു കൺസൾട്ടേഷന് വേണ്ടി വന്നു. ഡോക്ടറെ, എൻ്റെ വിവാഹം ഇങ്ങനെ വീട്ടുകാർ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ഗത്യന്തരവും ഇല്ല. 3-4 വർഷമായിട്ട് ഞാൻ ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞിങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു മാർഗവും ഇല്ലാത്ത അവസ്ഥയായി. എന്നെ ഒന്ന് സഹായിക്കണം. എനിക്കിത്തിരി ലൈംഗിക പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്. അപ്പോൾ ചോദിച്ചു, എന്താണ് പ്രശ്നം? എൻ്റെ ലിംഗം വളരെ ചെറുതാണ്. ഇതുമായിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ശരിയാവില്ല. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഇതെങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക്? ഇത്രയും ഉറപ്പിച്ച് നിങ്ങളുടെ വിവാഹം പരാജയപ്പെടുമെന്ന്? ഇതിൻ്റെ സൈസ് ചെറുതാണോ വലുതാണോ ഇതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല, ഇങ്ങനെ ഉറച്ച് വിശ്വസിക്കുകയാണ് എനിക്ക് പറ്റില്ല എന്നുള്ളത്. ഇതിൻ്റെ പിന്നിൽ എന്താണ് കാരണം? അത് ഡോക്ടറെ, ഞങ്ങളെ ഒരു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് 10-20 വയസ്സ് പഠനം കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. ജോലിയിലേക്ക് പ്രവേശിച്ചില്ല. ആ ഒരു സമയത്ത് ഞങ്ങൾ കൂട്ടുകാർ 3-4 പേരൊരു പിക്നിക്കിന് പോയി. ഞങ്ങൾ പോയ സ്ഥലത്ത് ഒരു പുഴയുണ്ടായിരുന്നു. നല്ലൊരു പുഴയിൽ ഇറങ്ങി എല്ലാവരും കൂടെ കുളിച്ച സമയത്ത് ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എടേ നിൻ്റെ സാധനം ഇത്രയേ ഉള്ളൂ, ഇത് വെച്ചിട്ട് കല്യാണം കഴിച്ച് നീ എങ്ങനെ രക്ഷപ്പെടാനാണ്? ഒരു പെണ്ണും നിൻ്റെ കൂടെ നിൽക്കില്ല, നിന്നെ ഇട്ടേച്ചു പോവും. അവസാനം ഇവരെല്ലാവരും കൂടെ, കൂട്ടുകാരെല്ലാം കൂടി ഈ വ്യക്തിയെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ കളിയാക്കി അത് മനസ്സിൽ വല്ലാതെ ബാധിച്ചു. അതോടുകൂടി അദ്ദേഹത്തിന് വല്ലാത്ത ഒരു മനസ്താപം, ആശങ്ക, അപകർഷതാബോധം ഇതൊക്കെ ഉണ്ടായി. എൻ്റെ ലിംഗം ചെറുതാണ്, എനിക്ക് വിവാഹ ജീവിതം നയിക്കാൻ കഴിയില്ല, ഞാൻ കല്യാണം കഴിച്ചാൽ പെൺകുട്ടികളെ ഇട്ടിട്ട് പോവും, മറ്റാരുടെയെങ്കിലും പുറകെ പോകും. ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും സ്വതവേ ജന്മനാ തന്നെ അല്പം ഉത്കണ്ഠാകുലനായ ഈ വ്യക്തിയെ ബാധിച്ചു. അതുകൊണ്ടാണ് വിവാഹം ഒഴിവാക്കി നടത്തിയിരുന്നത്. ഞങ്ങൾ ഇദ്ദേഹത്തെ പരിശോധിച്ചു. കല്യാണം കഴിക്കാൻ പോകുന്ന ആളായതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട ചില ടെസ്റ്റുകൾ, പ്രത്യുൽപാദന ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടത്തി. അതെല്ലാം നോർമലാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം യൂറോളജിസ്റ്റ് പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു പെർഫെക്റ്റ്ലി നോർമലാണ്, ഇദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ല, കല്യാണം കഴിക്കുന്നതിന് യാതൊരു പ്രശ്നങ്ങളുമില്ല. അത് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് വിശ്വാസം വന്നില്ല. ഡോക്ടർ പറഞ്ഞു പിന്നെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി നമ്മുടെ തന്നെ രണ്ടാമത്തെ യൂറോളജിസ്റ്റിനെയും കാണിച്ചു കൊടുത്തു. 2 പേരുടെ ഒപ്പീനിയൻ എടുക്കേണ്ടി വന്നു. ഒരാൾ പറഞ്ഞിട്ട് ആളിന് വിശ്വാസം വന്നില്ല. ഞാൻ പറയൊരു കാര്യം ചെയ്യും, നമുക്ക് വേറെ യൂറോളജിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തെ കൂടെ കാണിച്ച് ഒരു ഒപ്പീനിയൻ കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കാം. അങ്ങനെ 2 പേരെയും കാണിച്ചു. 2 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല, പെർഫെക്റ്റ്ലി നോർമലാണ്. പിന്നെ ഒപ്പം ഒരു 3-4 തവണ സെഷൻസ് കൗൺസിലിങ്ങും കൂടെ വേണ്ടി വന്നു ഇദ്ദേഹത്തെ ശരിയാക്കിയെടുക്കാൻ. അങ്ങനെ അദ്ദേഹം അവസാനം വിവാഹത്തിന് സമ്മതിച്ചു. അപ്പോൾ പലപ്പോഴും കൂട്ടുകാർ തമാശയായിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ കൂട്ടുകൂടുമ്പോൾ നമുക്കറിയാം, 4 സുഹൃത്തുക്കൾ ചേർന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക എന്നുള്ള ഒരു തമാശ എന്നുള്ള ഒരു രസത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും അത് ചില വ്യക്തികളെ കാര്യമായി ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ചും അല്പം അപകർഷതാബോധം, ഉത്കണ്ഠ, ഒബ്സസീവ് നേച്ചർ ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് ഇത് ബാധിക്കുന്നത്. അവരെ വല്ലാതെ മാനസികമായിട്ട് തകർത്ത് കളയും. ജീവിതത്തിൽ ചിലപ്പോൾ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇത്തരം കളിയാക്കലുകളിൽ അല്പം സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മുടെ ഒരു നിരുപദ്രവകരമാണ് എന്ന് കരുതി പറയുന്ന ഒരു തമാശ മറ്റൊരാളുടെ ജീവിതത്തെ നശിപ്പിക്കാതിരിക്കട്ടെ. അല്പം ശ്രദ്ധിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.